ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ഇൻവെർട്ടർ ബൾബാണ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. പക്ഷേ ഇത് അൺബോക്സിങ് ചെയ്യുന്നതിനേക്കാട്ടുപരി ഇതിനെ നമുക്കിത് പരിചയപ്പെടുന്നതാണ് ഞാൻ കാണിക്കുന്നത്. നമുക്കപ്പോൾ ഇത് ബൾബ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഇൻവെർട്ടർ ബൾബ്. 2 എണ്ണം ഉണ്ട്. ഇത് ടോട്ടൽ 4 എണ്ണമായിരുന്നു ഞാൻ മേടിച്ചത്. ഇപ്പോൾ 2 എണ്ണം എൻ്റെ കൂട്ടുകാരന് വേണ്ടി മേടിച്ചത്, കൂട്ടുകാരന് കൊടുത്തു. ഇപ്പോഴത്തെ ഇതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും എഴുതിയിട്ടുണ്ട്. അമർ ജ്യോതി എന്ന് എഴുതിയിട്ടുണ്ട്, റീചാർജബിൾ എനേബിൾ എന്ന് എഴുതിയിട്ടുണ്ട്, AC DC എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 4 മണിക്കൂറാണ് ഇതിൻ്റെ ബാക്കപ്പ് ടൈം എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 15-18 വാട്ട്സ് എന്ന് വെച്ചാൽ AC-യിൽ ഇത് 18 വാട്ട്സിലും DC-യിൽ ഇൻവെർട്ടറായിട്ട് 15 വാട്ട്സിലും പ്രവർത്തിക്കുന്ന എഴുതിയേക്കുന്നത്. പിന്നെ 85% ഇതിന് എക്കോ ഫ്രണ്ട്ലി എന്ന് എഴുതിയിട്ടുണ്ട്. എനർജി സേവിങ് എന്ന് എഴുതിയിട്ടുണ്ട് 85%. പിന്നെ ഇതിൻ്റെ ബാക്ക് വശത്ത് ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. അതിപ്പം വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾക്ക് കാണാവുന്ന ബാറ്ററി എന്നാണ് ഇത് എഴുതിയേക്കുന്നത്. എന്നെയും കൊണ്ട് ഇത് മേടിപ്പിക്കാൻ കാരണവും അത് തന്നെയാണ്. ലിഥിയം അയൺ ബാറ്ററി എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഈ സ്പെസിഫിക്കേഷന്. അത് കഴിഞ്ഞ് രണ്ടാമത് എഴുതിയിട്ടുണ്ട് ലൈഫ് അപ്ഡേഷൻ 25,000 ഹവേഴ്സാണ് ഇതിൻ്റെ ലൈഫ് പറഞ്ഞേക്കുന്നത്. പിന്നെ ചാർജിങ് എനേബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. ചാർജിങ് എനേബിൾ 8 മണിക്കൂർ to 10 മണിക്കൂറാണ് ചാർജ് ചെയ്യാനുള്ള സമയം കൊടുത്തേക്കുന്നത്. ഇൻഡോർ യൂസ് എന്ന് എഴുതിയേക്കുന്നത്, പക്ഷേ അകത്ത് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന UVIR നോ റെഡ്യൂഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ടോർച്ച് ലൈറ്റായിട്ട് ഉപയോഗിക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് സ്റ്റാർട്ട്, എക്കോ ഫ്രണ്ട്ലി, ഐ കംഫർട്ട്. ഇതിലെ എല്ലാത്തിനെക്കാട്ടും എന്നെ ഇത് മേടിപ്പിക്കാൻ തന്നെ കാരണം ഈ ലിഥിയം അയൺ ബാറ്ററി എന്നുള്ള ഇതാണ്. അപ്പോൾ ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു തരാം. അപ്പം നമുക്ക് ഈ ബൾബ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനു മുമ്പേ ഈ ബൾബ് തുറന്ന് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ബൾബ് എവിടുന്നാണ് മേടിച്ചതെന്ന് പറയാം. ഇത് സ്റ്റാർട്ടർ കമ്പനിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ബൾബ് എവിടുന്നാണ് മേടിച്ചതെന്ന് പറയാം. ഇന്നാലേ ഞാൻ തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയത്തുള്ളൂ. ഈ ബൾബിൻ്റെ വിലയും ഞാൻ ആദ്യം പറയാം. ഈ ബൾബിൻ്റെ വില ഒരെണ്ണത്തിന് 100 രൂപയാണ്. അങ്ങനെ 4 എണ്ണമാണ് ഞാൻ മേടിച്ചത് 400 രൂപയ്ക്ക്. ഇത് ഞാൻ കോഴഞ്ചേരിയിലെ ഇങ്ങോട്ട് വരാൻ നേരത്ത് കോഴഞ്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു ഓമിനിയെ കൊണ്ടിട്ട് വിൽക്കുന്നത് കണ്ട് അവിടുന്ന് വാങ്ങിയതാണിത്. അപ്പം ഇതിനകത്ത് ഇനിയിപ്പോൾ എന്തോ ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങളെല്ലാം എന്തോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അതായത് നമുക്ക് ഈ ഒരു ബൾബ് മാറ്റി വെച്ചിട്ട് ഒരെണ്ണം തുറക്കാം. ഇതാണ് നമ്മുടെ LED ബൾബ്, ഇൻവെർട്ടർ ബൾബ്. സാമാന്യ ബൾബിനെക്കാട്ട് ശകലം വലുപ്പമൊക്കെ ഉണ്ട്. എല്ലാം എഴുതിയിട്ടൊക്കെ എല്ലാം ഉണ്ട്. പക്ഷേ ഇൻവെർട്ടറിൻ്റെ ബൾബിൻ്റെ ഇപ്പോൾ ഇത് വർക്കാവുന്നില്ല. ഞാൻ കുറ്റമൊന്നും പറയണ്ട. മേടിച്ചപ്പോൾ ഇത് ഇൻവെർട്ടർ വർക്കാവുന്നുണ്ടായിരുന്നു. മേടിച്ച ആ ഒരു ദിവസം 1 മണിക്കൂർ പ്രവർത്തിച്ചില്ലെങ്കിൽ 1/2 മണിക്കൂർ മേളിൽ പ്രവർത്തിച്ചു. പിന്നെ ഇത് കറണ്ട് പോകുന്ന ദിവസത്തിൽ ഇത് കത്തിയിട്ടേ ഇല്ല. അപ്പം എനിക്കറിയാം ഇത് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റുമെന്നും എന്തുമാത്രം നേരം നിൽക്കുമെന്നൊക്കെ. എന്നാലും ഞാൻ ഇത് മേടിക്കാൻ കാരണം ഒരു വീഡിയോ ചെയ്യാം എന്ന ഉദ്ദേശത്തിനപ്പുറം പോട്ടെ, 4 ബൾബില്ലേ, 4 എണ്ണത്തിലോട് ഒരു ലിഥിയം ബാറ്ററി കാണുമല്ലോ. എങ്ങനെ നോക്കിയാലും 400 രൂപ നമുക്ക് ലാഭം കിട്ടും എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഇത് വാങ്ങിയത്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ഒരു ലിഥിയം അയൺ ബാറ്ററി മേടിക്കണമെങ്കിൽ 120-140 രൂപയാകും വില. അപ്പം നമുക്കൊരു ലിഥിയം അയൺ ബാറ്ററിയുടെ പകുതി വില പോലും ആവുന്നില്ല, പകുതി വിലയേ ആവുന്നുള്ളൂ. അപ്പം നമുക്ക് 4 ബാറ്ററി കിട്ടുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ LED ബൾബ് മേടിച്ചത്. അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ആദ്യമേ. പക്ഷേ ഇതിപ്പോൾ ഇൻവെർട്ടറായിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇത് ഞാൻ മേടിച്ചപ്പോൾ വർക്ക് ആവുന്നുണ്ടായിരുന്നു. ഇൻവെർട്ടറായിട്ട് 1/2 മണിക്കൂർ കത്തി. പിന്നെ ഇത് കറണ്ട് പോകുമ്പോൾ അന്നേരം തന്നെ ഓഫാകും. പിന്നീട് ഇത് ഇൻവെർട്ടറായിട്ട് പ്രവർത്തിച്ചിട്ടേ ഇല്ല, കറണ്ടേ കത്തുന്നുണ്ട്.
കറണ്ട് കത്തുമ്പോൾ അവർ 18 വാട്ട്സ് എന്ന് പറഞ്ഞേക്കുന്നത് വെറുതെയാണ്. 18 വാട്ട്സിൻ്റെ വെട്ടമൊന്നുമില്ല, ഒരു 9 വാട്ട്സിൻ്റെ വെട്ടം പോലും ഇല്ല. എങ്കിലും നമ്മുടെ ഇത് കറക്റ്റ് അരമണിക്കൂർ ടൈം കിട്ടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ റൂമിലെ അത്യാവശ്യ കാര്യങ്ങൾ നടത്താം എന്നുള്ള ഇതിലല്ലാതെ വേറെ ഒന്നും ഞാൻ നോക്കിയിട്ട് ഇതിനില്ല. അപ്പം നമുക്കിത് തുറന്ന് കാണാം. എന്താ സാധാരണ ഇച്ചിരി വലുപ്പമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത്. സാമാന്യം വലുപ്പമുള്ള ഒരു PVC ബോർഡല്ല ചെയ്തേക്കുന്നത്. PVC ബോർഡൊക്കെ നല്ല ബോർഡും നല്ല ഇതൊക്കെയുണ്ട്. നമുക്കിത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കത്താതെ വന്നപ്പോഴേ തുറന്ന് നോക്കി, അന്നേരം എനിക്ക് പറ്റിയ അമ്മിള് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഇത് തുറന്ന് നോക്കി നിങ്ങളെ കാണിക്കാമേ. ഇതല്ല, ചുമ്മാ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ പിടിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ബാറ്ററി കാണുന്നതിന് മുമ്പേ കണ്ടോ, അത്യാവശ്യം നമ്മൾ സാധാരണ ഒരു കമ്പനി ഇത് മേടിക്കുമ്പോൾ ഉള്ള അതേ ഇതുപോലെ തന്നെ ഹീറ്റ് സിങ്ങിലൊക്കെയാണ് ഈ ബൾബ് LED ബൾബ് പിടിപ്പിച്ചേക്കുന്നത്. നമ്മൾ ലോക്കൽ സാധാരണ LED ബൾബ് മേടിച്ചാൽ പോലും അവർ ചുമ്മാ അത് ഒരു PVC ചെയ്ത് വിടുന്നേ ഉള്ളൂ. ഇത് നല്ല അത്യാവശ്യം നല്ല ഹീറ്റ് സിങ് ഒക്കെ ഉണ്ട്. ആ ഹീറ്റ് സിങ്ങിലാണ് പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തെ ബാറ്ററി എന്തോ എന്ന് കാണാം. എൻ്റെ എല്ലാ പ്രതീക്ഷയല്ല, എല്ലാ ഇതും തകർത്ത് കളഞ്ഞു നമ്മൾ ഈ ബാറ്ററിയെ കണ്ടപ്പോഴത്തേക്ക്. ബാറ്ററിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് 100 രൂപയ്ക്ക് പോയിട്ട് 50 രൂപയ്ക്കില്ലെന്ന് എനിക്ക് അന്നേരം മനസ്സിലായത്. ഇത് കണ്ടോ, ഇതാണ് ഇതിനകത്തെ ബാറ്ററിയാണ്. നമ്മൾ ചൈന ടോർച്ചിനകത്തൊക്കെ കിട്ടുന്ന 4 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ഇത് നമ്മൾ സാധാരണ കടയിൽ ഇപ്പം കോഴഞ്ചേരിയുള്ള ഇലക്ട്രോണിക്സ് കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ ഇതിന് 20 രൂപ അല്ലെങ്കിൽ 30 രൂപയാവത്തുള്ളൂ. പക്ഷേ ഇതേ സമയം ഈ ബാറ്ററി നമ്മൾ തിരുവല്ല സിറ്റി ഇലക്ട്രോണിക്സ് പോയി മേടിക്കുകയാണെങ്കിൽ 12 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അത്രയും വിലയുള്ളിത്. ഇതാണ് നമ്മളെ പറ്റിച്ചത് തന്നെ. പക്ഷേ ഞാൻ ഒരിക്കലും ഈ ബാറ്ററിയാണെന്ന് സത്യം പറയാമല്ലോ, ഇതിനകത്ത് ഈ ബാറ്ററിയാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. വില കുറഞ്ഞ ഏതോ ഒരു ലിഥിയം ബാറ്ററി ആയിരിക്കും, തീരെ ബാറ്ററി ആയിരിക്കും, വില കുറഞ്ഞ ഒരു ലിഥിയം ബാറ്ററിയും വെക്കുമെന്നാ പ്രതീക്ഷിച്ചാണ് ഞാൻ ഇത് മേടിച്ചത് തന്നെ. പക്ഷേ ഇതാണ് സംഭവം. ഇപ്പം നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ മേടിക്കുകയൊന്നും ചെയ്യില്ല ഫുട്പാത്തിലെ. എനിക്ക് അബദ്ധം പറ്റി, അത് ഞാൻ നിങ്ങളോടുകൂടെ ഒന്ന് ഷെയർ ചെയ്യുമോ, നിങ്ങൾക്കും അബദ്ധം പറ്റരുതെന്നുള്ള ഇതിൽ. ഇതിനകത്ത് ഒരിക്കലും ലിഥിയം ബാറ്ററി അല്ല വെച്ചേക്കുന്നത്. ഈ 100 രൂപയ്ക്ക് വിൽക്കുന്ന ഈ ബൾബിനകത്ത് നമുക്കിത് വെറും നിസ്സാര വിലയ്ക്ക് കിട്ടുന്ന ബാറ്ററിയാണ്. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്ക് AC കറണ്ടിൽ എങ്ങനെ കത്തിക്കാവുന്നത്. ഇത് കത്തിക്കാൻ ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നിടത്ത് വേറെ സ്ഥലമൊന്നുമില്ല. കാരണം അതിനകത്ത് ആകെ ഒരു സോക്കറ്റേ ഉള്ളൂ. അതാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബൾബ് കണക്ട് ചെയ്തേക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഇപ്പം ഷൂട്ട് ചെയ്യുന്നത് രാത്രിയിലാണ്. അപ്പോൾ ആ ഒരു ബൾബാണ് ഇപ്പോഴത്തേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഈ ബൾബ് ഊരി ഇപ്പം കാണുന്ന ഈ വെട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിലിപ്സിൻ്റെ 9 വാട്ട് LED ബൾബാണ്, കമ്പനി ബൾബാണ്. അതിൻ്റെ വെട്ടമാണ് ഈ കാണുന്നത്. ഞാൻ ആ ബൾബ് ഊരിയിട്ട് ഈ ബൾബ് അങ്ങോട്ട് കണക്ട് ചെയ്യുക. ഇപ്പം തന്നെ നമ്മുടെ സ്റ്റുഡിയോയിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടേക്കുവാണ്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന മുറിയിലെ എല്ലാം. ഇനി നമ്മൾ ഈ ഇൻവെർട്ടർ ബൾബ് ഓൺ ആക്കാൻ പോവുകയാണേ. ഇപ്പം ഈ കാണുന്നതാണ് ഇൻവെർട്ടർ ബൾബിൻ്റെ വെട്ടം. ഒരു 6 വാട്ട് ബൾബിൻ്റെ വെട്ടം പോലും ഇല്ല ഇതിന്. പക്ഷേ നമുക്ക് ഭയങ്കര നഷ്ടമാണ് 100 രൂപയ്ക്ക്. ഇന്നലെ ബാറ്ററിയും ഇന്നത്തെ വെട്ടം എല്ലാവരുടെ കൂടുമ്പോൾ ഭയങ്കര നഷ്ടമാണ്. 100 രൂപയ്ക്ക് ഇല്ല ഈ സാധനം. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.